തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം മത്സരിച്ച 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പാലാ കത്തീഡ്രലിൽ കെ.എം. മാണിയുടെ കബറിടത്തിലെത്തി പ്രണാമമർപ്പിച്ചു. കെ.എം. മാണിയുടെ ചരമവാർഷിക ദിനം പോളിംഗ് ദിവസമായിരുന്നതിനാൽ മിക്കവർക്കും പാലായിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞിരുന്നില്ല. കെ.എം. മാണിയുടെ ഓർമ്മ ദിവസം കോട്ടയത്ത് നടത്തിയിരുന്ന അനുസ്മരണ ചടങ്ങും തെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നതിനാൽ ഉണ്ടായിരുന്നില്ല. കേരള കോൺഗ്രസ് എം മത്സരിച്ച 12 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് അവലോകനവും ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ പാലായിൽ നടന്നു. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി, മന്ത്രി റോഷി അഗസ്റ്റിൻ, ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, എം.എൽ.എമാരായ സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ, പ്രമോദ് നാരായണൻ, ജോബ് മൈക്കിൾ എന്നിവരും പാർട്ടി സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. അച്ചാച്ചൻ്റെ ഓർമ്മ ദിവസം നമുക്കറിയാം, ഇന്നലെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങളുടെ 12 സ്ഥലത്ത് മത്സരിക്കുന്ന 12 സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ഈ കല്ലറയിൽ വന്ന് ഇന്ന് ഓഫീസ് ചൊല്ലി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു പുറത്തേക്ക് ഇറങ്ങിയാണ്. ഈ കുഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥി PC ഇതുവരെ നടത്തിയ പരാമർശവും ബിഷപ്പുമാരെ അധിക്ഷേപിച്ചുകൊണ്ട് ദീപിക പത്രം മാത്രമേ ഓരോരുത്തരുടെ കാര്യത്തിലുണ്ടാവും വിട്ട് സഭാമടത്തിൽ UDF പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. ബോധവും വിവേകവും ഇല്ലെന്നാണ് എന്നൊക്കെ പറഞ്ഞു. ക്രൈസ്തവ സഭ എടുക്കുന്ന നിലപാടും അതോടൊപ്പം തന്നെ മതമേധാധ്യക്ഷന്മാർ എടുക്കുന്ന സാമൂഹിക വിഷയങ്ങളെടുക്കുന്ന ഇടപെടലുകളും രാഷ്ട്രീയമായി വലിച്ചിറക്കിയിട്ടുള്ള കാലഘട്ടത്തിലാണ്. അത് തീർച്ചയായും നമ്മുടെ സഭാവിശ്വാസികൾ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ, ഇവരുടെയൊക്കെ സ്വഭാവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ കള നാണയങ്ങളും ആ മുഖം മൂടി ഇന്ന് പുറത്ത് വന്നിരിക്കുന്നു, ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ്.